ആകാശ് കെ എം. ആകാശ് കെ എം. ഓക്കെ. അഖിൽ എം. Sir, present. അമിത് കെ. Present, sir. അനിരുദ്ധ് സുരേഷ്. അനിരുദ്ധ് സുരേഷ് കാണുന്നില്ലല്ലോ. കാർത്തിക് കോത്തേരി. Present, sir. കാർത്തിക്. ഓക്കെ. മുഹമ്മദ് ലാദിൻ. Present, sir. മുഹമ്മദ് ഷഹസാദ്. മുഹമ്മദ് ഷഹസാദ്. മുക്താസിം. മുക്താസിം പി കെ. മുഹമ്മദ് അസഫ്. മുഹമ്മദ് അസഫ്. Present, sir. മുഹമ്മദ് ഫർദീൻ. Present, sir. മുഹമ്മദ് ഫത്തേ. Present, sir. മുഹമ്മദ് സമ. സമ. മുഹമ്മദ് സിയാൻ. നിഷാഗ്. Present, sir. നിവേദ് കുമാർ. Present, sir. പ്രത്യുഷ്. Present, sir. രാഹുൽ രാജീവ്. Present, sir. Present. രാജീവ്. Present, sir. സൗരാഗ്. Present. സൗരവ് ശ്രീജിത്ത്. Present, sir. ശ്രീരാഗ് വിജയൻ. Present, sir. വിഷ്ണു എ പി. Present, sir. വിഷ്ണു മാധവൻ. വിഷ്ണു എൻ ഇല്ലേ. ധർമ്മേഷ്. Present, sir. ഓക്കെ. വിഷ്ണുവിന്റെ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലോയിങ് എലമെന്റ്സ് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അലോയിങ് എലമെന്റ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ അലോയിങ് എലമെന്റ്സ് എങ്ങനെയാണ് സ്റ്റീലിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയണിന്റെ പ്രോപ്പർട്ടീസിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അല്ലെ. ഓരോ അലോയിങ് എലമെന്റ്സിനും അതിൻ്റെതായ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. സോ അലോയിങ് എലമെന്റ്സ് വിൽ എൻഹാൻസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ബേസ് മെറ്റൽ. അത് നമ്മുടെ കേസ് അയൺ ആണ് അല്ലെങ്കിൽ സ്റ്റീൽ ആണ് അല്ലെ. അയണും കാർബണും ഉള്ള സ്റ്റീലിലേക്കാണ് നമ്മൾ ഈ അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് നോക്കി. നിക്കൽ സ്റ്റീൽ, മോളിബ്ഡൻ സ്റ്റീൽ. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാറ്റഗറിയാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. ഓക്കെ. HSS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. HSS അപ്പൊ നമ്മളിപ്പോ കട്ടിംഗ് ടൂൾ എല്ലായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. HSS ടൂൾ അല്ലെ, ഹൈ സ്പീഡ് സ്റ്റീൽ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ HSS എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ ടൂൾ സ്റ്റീൽ. അപ്പൊ ടൂൾ സ്റ്റീലുകളുണ്ട്, ഒരുപാട് ടൂൾ സ്റ്റീൽസ് ഉണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. നമുക്ക് ടൂൾ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സ്റ്റീൽസ് ഉണ്ട്. സോ സ്റ്റീൽ വിച്ച് മെയിൻറ്റെയിൻ ഹൈ ഹാർഡ്നെസ് അറ്റ് എ ടെമ്പറേച്ചർ അപ് ടു 550 degrees Celsius ആർ കോൾഡ് ഹൈ സ്പീഡ് ടൂൾ സ്റ്റീൽസ് ഓർ സിംപ്ലി ഹൈ സ്പീഡ് സ്റ്റീൽസ്. HSS നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നത്. സോ ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ഓഫ് HSS ഈസ് ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ഹാർഡ്നെസ്. They can maintain hardness at a very high temperature, or they can withstand very high temperature up to 550 degrees Celsius. നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞാൽ അത്ര നമുക്കറിയാമല്ലോ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ 550 ഡിഗ്രി സെൽഷ്യസ് വരെ ഉള്ള ടെമ്പറേച്ചറിലും അതിന്റെ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള സ്റ്റീലാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. സോ ദേ ആർ യൂഷ്വലി യൂസ്ഡ് ആസ് കട്ടിംഗ് ടൂൾസ് അല്ലെ. കട്ടിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ വി ആർ കട്ടിംഗ് അതർ മെറ്റീരിയൽസ് അല്ലെ. ആക്ച്വലി വി ആർ കട്ടിംഗ് സ്റ്റീൽ ബൈ യൂസിങ് സ്റ്റീൽ. കാരണം നിങ്ങൾ ലെയ്ത്തിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഫിറ്റിംഗിൽ നിങ്ങൾ ഫയലിംഗ് ഓപ്പറേഷൻ ചെയ്താണ് അല്ലെ. ഫയലിംഗ് മെറ്റീരിയൽ അല്ലെ, നമ്മൾ ഒരു റോഡല്ല ഒരു സ്ക്വയർ പീസ് ഉപയോഗിക്കുന്നുണ്ടല്ലേ. അതെന്താണെന്ന് പറ്റില്ല, അതൊരു മൈൽഡ് സ്റ്റീലാണ്. മൈൽഡ് സ്റ്റീൽ നമുക്കറിയാം കാർബൺ കണ്ടന്റ് 0.1 to 0.3% കാർബണേ ഉള്ളൂ. കാർബൺ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് it will increase the hardness and strength of the steel. So mild steel contains only 0.1 to 0.3% carbon. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിംഗിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യാൻ ഉപയോഗിച്ച വർക്ക് പീസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മൈൽഡ് സ്റ്റീൽ. ഓക്കെ. കട്ടിംഗ് ടൂൾ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ? വി ആർ യൂസിങ് ഫയൽ അല്ലെ, ഫ്ലാറ്റ് ഫയൽ. വി ആർ യൂസിങ് ഫ്ലാറ്റ് ഫയൽ. ദിസ് ഫയൽ ഈസ് ഓൾസോ സ്റ്റീൽ. കാർബൺ കണ്ടന്റ് കൂടിയ ഒരു ഹൈ കാർബൺ സ്റ്റീലാണ് ഈ ഫയൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഹൈ സ്പീഡ് ഒരു ടൂൾ സ്റ്റീലാണ് ഈ പറയുന്ന ഫയൽ. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ കട്ടിംഗ് ദ സ്റ്റീൽ യൂസിങ് സ്റ്റീൽ. ഓക്കെ. പക്ഷെ രണ്ട് ടൈപ്പ് സ്റ്റീലാണ്, രണ്ട് കണ്ടൻസ് ഉള്ള സ്റ്റീലാണ് അല്ലെ. സോ
So high speed steel is such a type of steel which are used as the cutting tools. Cutting tool ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീലാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. Its main properties, it can maintain high hardness even at very high temperature. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്താവും മെറ്റൽ മെൽറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടല്ലേ. സ്റ്റീൽ ആയാലും അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്തുമ്പോൾ അത് മെൽറ്റ് ചെയ്യും അല്ലെ. അതിന് അതിന്റെ ഇനീഷ്യൽ ഹാർഡ്നസ് റൂം ടെമ്പറേച്ചർ ഹാർഡ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് ഹാർഡ്നസ് അപ് ടു എ ടെമ്പറേച്ചർ ഓഫ് 550 ഡിഗ്രി സെൽഷ്യസ്. 550 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഹീറ്റ് വരുന്ന ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് HSS സ്റ്റീൽസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കറിയാം ഇപ്പോൾ ലെയ്ത്തിൽ ഓപ്പറേഷനിൽ നമുക്ക് ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂൾ അവിടെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. റൊട്ടേറ്റിംഗ് അറ്റ് പർട്ടിക്കുലർ RPM. അപ്പൊ ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ എന്താവും ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യും അല്ലെ. ഹൈ സ്പീഡ് ഓപ്പറേഷനിൽ കട്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡെവലപ്പ് ചെയ്യും. അത്തരത്തിലുള്ള ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുള്ള ഒന്നാണ് ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. These can be used as cutting tools at high speeds at which high temperature are developed in the tool. Presence of wear resistant carbides in a hard matrix makes HSS suitable for cutting tool applications. നമുക്കറിയാം സ്റ്റീൽ അല്ലെ, ഓഫ് സ്റ്റീൽ ആണ് അതിന്റെ അയൺ കാർബൈഡ്സ്. ഹൈ സ്പീഡ് സ്റ്റീൽ എന്താണ് ഈ കാർബൈഡ് എലമെന്റ് ഉണ്ട്. ഓക്കെ, സോ that gives it high hardness. So that makes it possible to use as a cutting tool or used for cutting tool applications. The HSS also possess high wear resistance, excellent red hardness, good shock resistance and fair machinability. എന്താണ് ഹൈ വെയർ റെസിസ്റ്റൻസ് അല്ലെ. വെയർ ആൻഡ് ടയർ നമുക്കറിയാലോ, തേയ്മാനം അല്ലെ. അപ്പൊ വേറെ ഒന്നും ഉണ്ടാവുന്നില്ല. നമുക്ക് കട്ടിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വേറെ ചെയ്ത് പോകരുത് അല്ലെ. നമ്മൾ മറ്റേ മെറ്റീരിയൽ വർക്ക് പീസിനെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അതിനെ റീഷാർപ്പൺ ചെയ്യേണ്ടി വരും. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിയോ കത്രികയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും റീഷാർപ്പൺ ചെയ്യണമല്ലോ. വീണ്ടും അതിനെ ഒന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ റീഷാർപ്പൺ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞാൽ നമുക്കറിയാം. സിമിലർലി കട്ടിംഗ് ടൂൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുപാട് ഒരു 100 വർക്ക് പീസിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. സോ വി നീഡ് ടു ടേക്ക് ഇറ്റ് ഫോർ റീഷാർപ്പനിങ് അഗൈൻ. അപ്പൊ ആദ്യം നമ്മൾ അതിനെ റീഷാർപ്പൺ ചെയ്തു അതിന്റെ കട്ടിംഗ് ടിപ്പ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരാം അല്ലെ. എന്തുകൊണ്ടാണ് റീഷാർപ്പൺ ചെയ്യാൻ കാരണം? അതിന്റെ കട്ടിംഗ് ടിപ്പ് വിൽ ബി എ ഷാർപ്പ് പോയിന്റ് അല്ലെ. ഒരു പോയിന്റിന്റെ അടിച്ചാണ് ഇതിന്റെ കട്ടിംഗ് ടിപ്പ്. സോ ഇറ്റ് വിൽ വെയർ ആഫ്റ്റർ കണ്ടിന്യൂസ് യൂസിങ്. കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ അത് വേറെ ചെയ്യും. ഏത് കട്ടിംഗ് ടൂൾ ആയാലും അത് വേറെ ചെയ്യും. ഓക്കെ, നമുക്ക് വേറെ കൂടുതലുള്ള കട്ടിംഗ് ടൂളാണോ ആവശ്യം? അല്ല, വേറെ ഏറ്റവും കുറവുള്ള കട്ടിംഗ് ടൂളാണ് നമുക്ക് ആവശ്യം അല്ലെ. സോ വി നീഡ് ടു ഗോ ഫോർ എ ടൂൾ വിച്ച് ഈസ് ഹാവിംഗ് എ ഗുഡ് വെയർ റെസിസ്റ്റൻസ്. സോ HSS possesses വെരി ഗുഡ് വെയർ റെസിസ്റ്റൻസ്. അപ്പൊ അതിന് നല്ല വെയർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് ഹാർഡ്നസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, എക്സലന്റ് റെഡ് ഹാർഡ്നസ്. ഈവൺ അറ്റ് റെഡ് ഹോട്ട് ടെമ്പറേച്ചറിലും അതിന് ഹാർഡ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഗുഡ് ഷോക്ക് റെസിസ്റ്റൻസ്. നമുക്കറിയാം എന്താണ്, നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെ നമുക്ക് കട്ടിംഗ് ഡെപ്ത് കൂട്ടാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? കട്ടിംഗ് ഡെപ്ത് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾ കട്ട് ചെയ്യാണ്, നിങ്ങൾ സ്നിപ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഷീറ്റ് മെറ്റൽ തിക്നെസ് എത്രയാണ്? വളരെ നേരിയ തിക്നെസ് ആണല്ലേ. തിക്നെസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കട്ടിംഗ് ഫോഴ്സ് കൂട്ടേണ്ടി വരും. ശരിയല്ലേ? കട്ടിംഗ് ഫോഴ്സ് കൂട്ടേണ്ടി, കാരണം കൂടുതൽ നിങ്ങൾ ഫോഴ്സ് കൊടുക്കണം, കാരണം തിക്നെസ് കൂടി. സിമിലർലി ഇപ്പൊ നിങ്ങളൊരു കട്ടിംഗ് ടൂൾ വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ലേത്ത് മെഷീനറിയിൽ നിങ്ങൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ കട്ട് ചെയ്യുന്നത്? നിങ്ങൾ ലേത്തിൽ കണ്ടിട്ടുണ്ടാവും. കട്ട് ചെയ്യുമ്പോൾ എന്താണ്, അത് ചിപ്പ് ഫോർമേഷൻ ഉണ്ടല്ലോ, ചിപ്പായിട്ട് അത് മെറ്റീരിയൽ കട്ട് ചെയ്ത് പോകും. സോ വി ക്യാൻ ചേഞ്ച് ദ ഡെപ്ത് ഓഫ് കട്ട്. നമുക്ക് ഡെപ്ത് ഓഫ് കട്ട് എത്രയാണെന്നില്ല നമ്മളെ യൂസറിന് അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് കൂടുതൽ ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാം, കുറവ് ഡെപ്ത് ഓഫ് കട്ട് കൊടുക്കാം. ഡെപ്ത് ഓഫ് കട്ട് അനുസരിച്ചിട്ടായിരിക്കും ഈ ചിപ്പ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഇഫ് യു ആർ ഗിവിംഗ് ഓൺലി 1 mm ഡെപ്ത് ഓഫ് കട്ട്, 1 mm തിക്നെസ് 1 mm ഡെപ്തിലേക്ക് മാത്രം ആ ഒരു ഡയമീറ്ററിന് ചിപ്പ് ഇളകി പോകും അല്ലെ. ചിപ്പ് വിൽ ബി റിമൂവ്ഡ്. ഇഫ് യു ആർ ഗിവിംഗ് 3 mm ഡെപ്ത് ഓഫ് കട്ട്, 3 mm കുറച്ചും കൂടി തിക്കർ എമൗണ്ട് ഓഫ് ചിപ്പ് മൂവ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ കേസ് ഡെപ്ത് ഓഫ് കട്ട് കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ഗിവ് ഷോക്ക് അല്ലെ, തിരിച്ചൊരു റിയാക്ഷൻ കൊടുക്കും. നമ്മൾ അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി ടച്ച് ചെയ്യുമ്പോൾ തിരിച്ച് വർക്ക് പീസ് ഒരു റിയാക്ഷൻ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ ഇതുപോലത്തുള്ള ഷോക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവണം നമ്മളെ. ഈ ഹൈ സ്പീഡ് സ്റ്റീൽ പോസസ് ഗുഡ് ഷോക്ക് റെസിസ്റ്റൻസ് ആൻഡ് ഓൾസോ ഫെയർ മെഷീനബിലിറ്റി. ഓക്കെ, ഫെയർ മെഷീനബിലിറ്റി നമുക്ക് വേണം. കാരണം എന്താണ്, ഈ ഹൈ സ്പീഡ് സ്റ്റീലിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മെറ്റൽ റിമൂവൽ മെഷീനിങ് അല്ലെ. ഹൈ സ്പീഡ് എപ്പോഴാണ് നമുക്ക് മെറ്റൽ റിമൂവൽ ചെയ്യേണ്ടി വരിക? വെൻ ഇറ്റ് വെയർ ഔട്ട്. അത് വെയർ ചെയ്ത് പോയി എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കട്ടിങ് ഓപ്പറേഷൻ ചെയ്തിട്ടാകുമ്പോൾ അതിന്റെ ടൂൾ ടിപ്പ് ബ്ലണ്ട് ആയി പോകും അല്ലെ.
അപ്പൊ നമ്മളത് ഷാർപ്പൻ ചെയ്യണം. അപ്പൊ ഷാർപ്പൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എവിടത്തേക്ക് എടുക്കും? വി വിൽ ടേക്ക് ഇറ്റ് ടു എ ഗ്രൈൻഡിങ് മെഷീൻ. കാരണം ഗ്രൈൻഡിങ് വീൽ അതെന്താണ്? ഗ്രൈൻഡിങ് വീൽ ഈസ് മോർ ഹാർഡർ ദാൻ ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പൊ ഗ്രൈൻഡിങ് വീൽ വെച്ച് നമുക്ക് ഈ ഹൈ സ്പീഡ് സ്റ്റീലിനെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൈ സ്പീഡ് സ്റ്റീൽ വെച്ചിട്ട് നമുക്ക് സാധാരണ മൈൽഡ് സ്റ്റീൽ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഹൈ സ്പീഡ് സ്റ്റീൽ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഹാർഡ്നെസ് ഇല്ല അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള കട്ടിംഗ് ടൂളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ എന്ത് സംഭവിക്കണം? ഹൈ സ്പീഡ് സ്റ്റീലിന് മെഷീനബിലിറ്റിയും വേണം അല്ലെ, മെഷീനബിലിറ്റി. ഇതൊക്കെയാണ് ഹൈ സ്പീഡ് സ്റ്റീൽസിന്റെ എന്താണ് ഹൈ സ്പീഡ് സ്റ്റീൽ, അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. So there are different types of high speed steels, but basically the two common used type of high speed steels are tungsten based and molybdenum based. നമുക്കറിയാം ടങ്സ്റ്റൺ എന്ന അലോയിങ് എലമെന്റ്, മോളിബ്ഡനം എന്ന അലോയിങ് എലമെന്റ്. So both will add or both will increase the hardness of the base metal, or it will increase the hardness of the steel. Okay, two commonly used steels are tungsten based, sorry, two commonly used HSS are tungsten based HSS and molybdenum based HSS. High speed steels are again classified into tungsten HSS and molybdenum HSS. Even നമുക്ക് ഈ molybdenum tungsten percentage content മാറ്റി different types of HSS കിട്ടും based on our application requirements. Okay, the former contains tungsten as the principal alloying element along with the addition of chromium, vanadium and cobalt. So even though നമ്മൾ tungsten based HSS എന്ന് പറയുകയാണെങ്കിലും tungsten is the അതായത് അയൺ കാർബൺ കഴിഞ്ഞാൽ ടങ്സ്റ്റൺ is the most added element in that, most added alloying element in that. In addition to that, it contains chromium, vanadium and cobalt. Chromium, vanadium, cobalt പോലുള്ള elements അതിൽ include ചെയ്തിട്ടുണ്ട്. Okay. So in the second group, molybdenum, in addition to the above, molybdenum is also present as an alloying element. അപ്പോൾ molybdenum HSS tungsten plus molybdenum കൂടി ഉണ്ടാവും. So these steels are able to retain their hardness at high temperatures due to the formation of alloy carbides. So these ഇതെല്ലാം എന്ത് സംഭവിക്കും? ഇതൊക്കെ ഡബിൾ കാർബൈഡ്സ് ഫോർമേഷനുള്ള സാധ്യത കൂടിയ എലമെന്റ്സ് ആണ് ടങ്സ്റ്റൺ, മോളിബ്ഡനം ഒക്കെ. അപ്പോൾ അത് അതിന്റെ കാർബൈഡ്സ് ഫോം ചെയ്യും, കാർബണേറ്റ് അല്ലെ, ടങ്സ്റ്റൺ കാർബൈഡ്, മോളിബ്ഡനം കാർബൈഡ്, അല്ലെങ്കിൽ അത് ഡബിൾ കാർബൈഡ്സ് ഫോം ചെയ്യും. ഓൾറെഡി അയൺ കാർബൈഡ്സ് ആൻഡ് ടങ്സ്റ്റൺ കാർബൈഡ്, അയൺ ടങ്സ്റ്റൺ കാർബൈഡ്സ് ഒക്കെ ഫോം ചെയ്യും. സോ ഇറ്റ് വിൽ ഇമ്പാർട്ട് ഗുഡ് ഹാർഡ്നെസ് ടു ദി base metal or to the steel. A typical composition of HSS is 18% tungsten, 4% chromium and 1% vanadium. Commonly used അല്ലെങ്കിൽ ഒരു typical HSS അതിന്റെ percentage of alloying element contents ആണ് പറയുന്നത് 18% tungsten, 4% chromium and 1% vanadium, with the carbon content in the range 0.6 to 0.7%. Okay, this alloy is designated as 18W4Cr1V or as 18:4:1 HSS. നമ്മളിപ്പോൾ HSS ടൂള് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ സ്പെസിഫൈ. നമുക്ക് വേണ്ടത് 18:4:1 HSS എന്ന് വെച്ചാൽ നമുക്ക് അതിൽ അതെന്താ മനസ്സിലാക്കേണ്ടത്? 18% അതിൽ ടങ്സ്റ്റൺ ഉണ്ടാവും, റിമൈനിങ് 4% chromium and 1% vanadium. Another popular right HSS ആണ് molybdenum based. molybdenum based HSS എന്താണ്? ടങ്സ്റ്റണും മോളിബ്ഡനും ഉണ്ട്, ഈക്വൽ റേഷ്യോയിൽ ഉണ്ട് അല്ലെ. ഇവിടെ 6:6:4:1 ആണ് റേഷ്യോ. 6:6:4:1 എന്ന് വെച്ചാൽ 6% ടങ്സ്റ്റൺ, 6% molybdenum and remaining 4% chromium and 1% vanadium. So ഇതാണ് HSS-ലെ two major types of HSS, tungsten based and molybdenum based HSS. Effect of different alloying elements in HSS. So, HSS we can add even more alloying elements to HSS, and each alloying element will impart different property to this HSS. So എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Cobalt is added to HSS to improve red hardness. Higher red hot hardness കിട്ടാൻ വേണ്ടി നമുക്ക് cobalt add ചെയ്യാം. So എത്ര പെർസെന്റേജ് ആഡ് ചെയ്യണം? സോ ഇതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ ആണല്ലോ. ഓൾറെഡി നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് അതിന്റെ ഹാർഡ്നസ് മെഷർ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ് ഇതിന്റെ ഒപ്റ്റിമം വാല്യൂ. കൊബാൾട്ട് കണ്ടന്റ് എവിടെ തൊട്ട് എവിടെ വരെ ആഡ് ചെയ്യാം, എത്ര പെർസെന്റേജ്, ഏത് റേഞ്ചിൽ ആഡ് ചെയ്യാം, എപ്പോഴാണ് അത് ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു റേഞ്ച് ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, vanadium is desirable when the material being cut is highly abrasive, since vanadium improves hardness and abrasion resistance. So highly abrasive material ആണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് we can use vanadium in desirable amounts. Okay. Chromium content varies from 0.5 to 12%,
and the function is to increase hardness. Again, chromium is also added sometimes to increase hardness of the HSS. Tungsten and molybdenum provide resistance to softening at higher temperatures. Already നമ്മൾ നോക്കിയതാണ് എന്താണ് to maintain hardness even at very high temperature. Very high temperature എത്തുമ്പോൾ എന്താ മെറ്റീരിയൽ സോഫ്റ്റ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലെ. സോ അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ടങ്സ്റ്റൺ ആൻഡ് മോളിബ്ഡൻ ആഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടങ്സ്റ്റൺ ആൻഡ് മോളിബ്ഡൻ പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു softening at higher temperatures. Manganese content varies from 0.6 to 2% and it improves hardenability. So hardenability improve ചെയ്യാൻ വേണ്ടിയിട്ട് manganese add ചെയ്യാം. Silicon when added in low amounts increase toughness of the HSS. So silicon can be added to increase the toughness of the HSS. That toughness shock load to resist impact load. Shock load resist ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിയാണ് നമ്മൾ toughness എന്ന് പറയുന്നത്. So adding toughness, we can increase this property by adding silicon to the HSS. So ഇതൊക്കെയാണ് ഡിഫറെന്റ് HSS നെ കുറിച്ചിട്ട് പറയാനുള്ളത്. Even there are more types of steels. നമുക്ക് സ്റ്റീലിന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നോക്കിയത്. ഇനിയും നമുക്ക് ഒരുപാട് ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾക്ക് അറിയുന്നതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇസ് എ ടൈപ്പ് ഓഫ് സ്റ്റീൽ അല്ലെ. സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ഉണ്ട്, ടൂൾ സ്റ്റീൽസ് ഉണ്ട്, ഡിഫറെന്റ് ടൂൾ സ്റ്റീൽസ് ഉണ്ട്, റെയിൽ സ്റ്റീൽ ഉണ്ട്. നമുക്കറിയാം റെയിൽവേയിൽ യൂസ് ചെയ്യുന്ന റെയിൽ റോഡ് യൂസ് ചെയ്യുന്നത് റെയിൽ സ്റ്റീലാണ്. സ്പെഷ്യലി ഡിസൈൻഡ് അലോയ് സ്റ്റീലാണ് റെയിൽ സ്റ്റീൽസ്. അങ്ങനെ ഒരുപാട് അതുപോലെ TMT നമ്മൾ കേട്ടിട്ടുണ്ട്, TMT ബാർസ് അല്ലെ. തെർമോ മെക്കാനിക്കൽ ട്രീറ്റഡ് ആണ് TMT സ്റ്റീൽസ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ട് TMT സ്റ്റീൽ. നമ്മൾ കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ നമ്മൾ TMT റോഡ്സ്, TMT ബാർസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. തെർമോ മെക്കാനിക്കൽ ട്രീറ്റഡ് സ്റ്റീൽസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് പഠിച്ചാണ് ഓസ്ഫോമിങ് അല്ലെ. ഓസ്ഫോമിങ് ഈസ് എ തെർമോ മെക്കാനിക്കൽ ഹീറ്റ് ട്രീറ്റ്മെന്റ്. എന്ന് വെച്ചാൽ നമ്മൾ തെർമൽ ട്രീറ്റ് ചെയ്യും. സോ ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് തെർമൽ ട്രീറ്റ്മെന്റ് വി വിൽ മെക്കാനിക്കലി ട്രീറ്റ് ദ മെറ്റീരിയൽ അല്ലെ. നമ്മൾ അതിനെ ചിലപ്പോൾ റോൾ ചെയ്യും, ചിലപ്പോൾ അതിന്റെ ഫോം ചേഞ്ച് ചെയ്യും അല്ലെ. ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ റോളിംഗ് ചേഞ്ചിങ് ഫോം ചെയ്യും. അതിനുശേഷം അല്ലെങ്കിൽ മെക്കാനിക്കൽ നമ്മൾ ട്രീറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി വിൽ അഗെയിൻ ഗോ ഫോർ ഹീറ്റ് ട്രീറ്റ്മെന്റ്. സോ അങ്ങനെയുള്ള പ്രോസസ്സിന് നമ്മൾ ഓസ്ഫോമിംഗ് പ്രോസസ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. സോ TMT സ്റ്റീൽസ് ഒക്കെ അതുപോലെ ചെയ്യുന്നതാണ്. TMT സ്റ്റീൽ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ HSLA സ്റ്റീൽസ് ഉണ്ട്. അതായത് അലോയിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് ഇതുപോലത്തെ HSLA ലോ അലോയ് സ്റ്റീലാണ് HSLA. അതുപോലെ സ്പ്രിങ്സിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സ്റ്റീലാണ് സ്പ്രിംഗ് സ്റ്റീൽസ്. ഓക്കെ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ റെയിൽ സ്റ്റീൽസ് ഉണ്ട്. റെയിൽവേ ട്രാക്സിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽസ് ഒക്കെ റെയിൽ സ്റ്റീൽസ് ആണ്. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് അടുത്ത ടോപ്പിക് ആണ്. അതിൽ വരുന്നത് കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. കാസ്റ്റ് അയണിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കി കൂടാത്തൊരു ടോപ്പിക് ആണ് കാസ്റ്റ് അയൺ. ഓക്കെ, അത് നമുക്ക് അറിയാം. കാസ്റ്റ് അയൺ നമുക്ക് ഫിഗർ താഴെ കാണുന്നുണ്ട്. എന്താണ് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാസ്റ്റ് അയൺ അറിയാം എവിടെയാണ് വരുന്നത്. നമുക്കറിയാം എവിടെയാണ് കാസ്റ്റ് അയൺ വരുന്നത്. നമുക്കറിയാം അല്ലെ. എവിടെയാണ് കാസ്റ്റ് അയൺ റീജിയൻ നമുക്കറിയാം. കാരണം സ്റ്റീൽ റീജിയൻ നമ്മൾ ഓൾറെഡി ഏതാണ് സ്റ്റീൽ റീജിയൻ എന്ന് പറയുന്നത് അപ് ടു 2.14% കാർബൺ, അപ് ടു 2 അല്ലെങ്കിൽ അപ് ടു 2.14% കാർബൺ കോമ്പോസിഷൻ അയണിൽ ആഡ് ചെയ്യുമ്പോഴാണ് വി ആർ ഗെറ്റിംഗ് സ്റ്റീൽ. സോ സ്റ്റീൽ തന്നെ കുറെ ടൈപ്സ് ഉണ്ട്. അതിന്റെ കാർബൺ കണ്ടന്റ് ബേസ്ഡ് ഓൺ ദ കാർബൺ കണ്ടന്റ് അഗൈൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ആസ് ഹൈപ്പോ യൂട്ടക്ടോയിഡ് ആൻഡ് ഹൈപ്പർ യൂട്ടക്ടോയിഡ് സ്റ്റീൽസ് ബേസ്ഡ് ഓൺ ദി യൂട്ടക്ടോയിഡ് പോയിന്റ്. അതുകൂടാണ്ട് സ്റ്റീലിലെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. അലോയ് സ്റ്റീൽസ് ഉണ്ട്, കാർബൺ സ്റ്റീൽസ് ഉണ്ട്. കാർബൺ സ്റ്റീലിലാണ് മൈൽഡ് സ്റ്റീലും മീഡിയം കാർബൺ സ്റ്റീലും ഹൈ കാർബൺ സ്റ്റീലും ഉണ്ട് അല്ലെ. സോ ഹിയർ കാസ്റ്റ് അയൺ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് കാർബൺ കണ്ടന്റ് ഇൻ ദ റേഞ്ച് അബവ് 2.14% till 6.7%. like 2.14% to 6.67% വരെ കാർബൺ കണ്ടന്റ് ഉള്ള സോളിഡ് സൊല്യൂഷൻ നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു റേഞ്ചിലാണ് വരുന്നല്ലേ. ഈ ഒരു ലൈൻ റൈറ്റ് സൈഡിൽ ഈ ഒരു ലൈൻ ഇൻ ബിറ്റ്വീൻ ഈ ലൈനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് കാസ്റ്റ് അയൺ റീജിയൻ. അപ്പൊ കാസ്റ്റ് അയൺ റീജിയനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലിക്വിഡ് റീജിയൻ കിട്ടുന്നത് കാസ്റ്റ് അയൺ റീജിയൻ ആണ്. ലിക്വിഡ് റീജിയൻ ഏറ്റവും കൂടുതൽ കിട്ടിയത് കാസ്റ്റ് അയൺ ആ റേഞ്ചിലാണ് ലിക്വിഡ് റീജിയൻ നമുക്ക് കൂടുതൽ കിട്ടുന്നത്.
നേരെ മറിച്ച് സ്റ്റീലിന്റെ റീജിയൻ നമുക്ക് ലിക്വിഡ് റീജിയൻ വളരെ കുറവാണ് അല്ലെ, ഇത്രയും റീജിയൻ മാത്രമേ ലിക്വിഡ് റീജിയൻ ഉള്ളൂ. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് നോക്കുക. ഓക്കെ, നമുക്ക് എന്താണ് കാസ്റ്റ് ചെയ്യാൻ നോക്കാം. So the iron carbon alloy contains more than 2% carbon are called cast irons. Most of the cast iron contain 3 to 4.5% carbon and other elements as natural constants or alloy constants. So a cast iron may contain other alloying elements in the form of alloying elements or in the form of impurities. Cast iron എന്തായാലും സൾഫറും ഫോസ്ഫറസും ഒക്കെ പോലെയുള്ള എലമെന്റ്സ് എന്തായാലും ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഉണ്ടാവും. ഈവൻ വി ക്യാൻ ആഡ് ഇറ്റ് ആസ് എൻ അലോയിങ് എലമെന്റ് ഓൾസോ. അപ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ പറയുമ്പോൾ അയൺ കാർബൺ മാത്രം പറയുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് അതർ എലമെന്റ്സ്. ഓക്കെ, ഇൻ മൈന്യൂട്ട് സ്മോൾ എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് നമ്മൾ അലോയിങ് എലമെന്റ് ആയിട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ദർ ഇൻ ദ ഫോം ഓഫ് ഇമ്പ്യൂരിറ്റീസ്. ഓക്കെ, സോ ജനറലി ടോക്കിംഗ് എന്താണ് 2.14% ആൻഡ് അബോവ് കാർബൺ കണ്ടന്റ് ഉണ്ടായാലും അത് കാസ്റ്റ് അയൺ എന്ന് പറയും. ബട്ട് ആക്ച്വലി കൊമേഴ്ഷ്യൽ ഒരു ലെവൽ ഓഫ് കാസ്റ്റ് അയൺ നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന കാസ്റ്റ് അയൺ വാങ്ങിക്കുന്ന കാസ്റ്റ് അയൺ ഒക്കെ it contains 3 to 4.5 range carbon content. Okay, so from the iron carbon equilibrium diagram it is seen that iron carbon alloy in the range becomes completely liquid between approximately 1150 and 1300 degrees Celsius. അപ്പോൾ 1150 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 1300 ഡിഗ്രി സെൽഷ്യസിൽ കംപ്ലീറ്റ് അത് ലിക്വിഡ് ആയിട്ട് മാറുന്നുണ്ട്, which is considerably lower than that for steels. ഓക്കെ, അതായത് സ്റ്റീൽ ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചറിനെക്കാളും കുറവ് ടെമ്പറേച്ചറിൽ തന്നെ എന്താണ് കാസ്റ്റ് അയൺ ലിക്വിഡിലാന്നുള്ളത്. ശരിയല്ലേ? കാസ്റ്റ് അയൺ ഓക്കെ ഇവൺ അറ്റ് 1300 അല്ലെ, ഇവൺ അറ്റ് 1000 ഈ ഒരു ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഈ ഒരു റേഞ്ചിൽ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് 1100 to 1300 ഡിഗ്രി സെൽഷ്യസ് എടുത്തു കഴിഞ്ഞാൽ at that point steel is not in the form of liquid, steel is the form of solid only അല്ലെ, അല്ലെങ്കിൽ ഓസ്റ്റനേറ്റ് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ഓസ്റ്റനേറ്റ് പ്ലസ് ലിക്വിഡ് ഫോം ആയിരിക്കും, പ്യുവർ ലിക്വിഡ് ഫോമിലല്ല. ബട്ട് ഇൻ ദാറ്റ് ടെമ്പറേച്ചർ റേഞ്ച് cast iron will be cast iron at a particular range of cast iron what we are talking is about 3.5 to 4.5 ഈ ഒരു റേഞ്ചിലുള്ള കാസ്റ്റ് അയൺ അല്ലെ, ഈ ഒരു റേഞ്ചിലുള്ള കാസ്റ്റ് അയൺ നോക്കിയേ, it will be in liquid form even at that lower temperature, but steel is not in liquid form at that temperature. Okay, so thus they are easily melted and cast. അതുകൊണ്ടാണ് അതിനെ കാസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ കാസ്റ്റ് ചെയ്യാം. ഈ ഒരു 1100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ തന്നെ ഈ ഒരു കോമ്പോസിഷനിലുള്ള ഈ സോളിഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കോമ്പോസിഷൻ സോളിഡ് സൊല്യൂഷൻ ഈ കാസ്റ്റ് ആൻഡ് we can easily cast it. But still we can't cast at that temperature. We need to go for a still higher temperature that 1500 degrees Celsius ഒക്കെ പോയാൽ നമുക്ക് സ്റ്റീൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, മീൻസ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് കാസ്റ്റ് ആൻഡ് we can melt it or we can melt and cast it at even at a lower temperature like 1100 degrees Celsius or 1150 degrees Celsius അല്ലെ. അതുകൊണ്ടാണ് അതിനെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. Moreover, most cast irons are brittle and hence casting is the most convenient fabrication technique. So casting is one of the manufacturing process. നിങ്ങൾ ഫസ്റ്റ് ഇയർ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. There are different manufacturing process. So metal removing process is one of the manufacturing process. നമുക്ക് മെറ്റൽ കട്ട് ചെയ്ത് മെറ്റൽ റിമൂവ് ചെയ്ത് നമുക്ക് പുതിയൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം. So that is a type of manufacturing process. Metal cutting or metal removing process. Casting is another category of manufacturing process. ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത് we will melt the metal and we will change the shape of the metal അല്ലെ, according to the die which we have created. നമുക്കറിയാം നമ്മൾ ഫൗണ്ടറിയിൽ നമ്മൾ ഡൈ ആണ് ഉണ്ടാക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഫൗണ്ടറിയിൽ നമ്മൾ ഒരു മോൾഡ് ആണ് ഉണ്ടാക്കുന്നത്. According to the shape of the mold we can change the shape of the material after casting it and pouring into that mold. Okay, so casting is a second type of manufacturing process. ഇനിയും ഫോമിംഗ് ഒക്കെ വരുന്ന ചേഞ്ചിങ് ദ ഫോം ഓഫ് എ മെറ്റീരിയൽ is another type. We are not removing material, instead we are changing the form of the material. Forming process okay, forging okay, form changing process is another classification of manufacturing process. Then there is another one, metal joining process. Okay, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, മെറ്റൽസ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, പുതിയ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. വെൽഡിങ്, സോൾഡറിങ് ഒക്കെ മെറ്റൽ ജോയിനിങ് പ്രോസസ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, സോ എന്താണ് ഈ
ഈ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ വെരി ബ്രിട്ടിൽ. ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ ദേ വിൽ ബി വെരി ബ്രിട്ടിൽ. സോ ഈ കാസ്റ്റ് അയൺ ഒരിക്കലും നമുക്ക് മെഷീൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. മെഷീൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഈവൻ ബ്രിട്ടിൽ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ മെഷീനബിലിറ്റി കുറവാണ്. കാസ്റ്റ് അയണിന്റെ മെഷീനബിലിറ്റി കമ്പയർ ടു സ്റ്റീൽ ഇറ്റ് ഈസ് ലെസ് ദാൻ compared to steel it is lesser machinability. So casting is the convenient fabrication technique which can be used for cast irons. Okay, അപ്പോൾ ശ്രദ്ധിക്കുക, കാസ്റ്റ് അയണിന്റെ ആ ഒരു റേഞ്ചിലാണ്, ലിക്വിഡ് റേഞ്ച് ആണ് വരുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി മെൽറ്റഡ് ഓർ കാസ്റ്റ്. സോ ഇറ്റ്സ് കോൾഡ് ആസ് കാസ്റ്റ് അയൺ. General characteristics of cast iron: they have low melting temperatures in the range of 1150 to 1300 degrees Celsius with good fluidity for taking good casting impressions. So അതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഗുഡ് കാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇംപ്രഷൻ, നമ്മളെ ഡൈ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ഏതാണോ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാം അല്ലെ. നിങ്ങളൊരു സ്ക്വയർ ഷേപ്പാണ് ചെയ്തത്, അല്ലെ സോറി ഒരു ക്യൂബ് ഷേപ്പാണ് നിങ്ങൾ ഫൗണ്ടറിൽ ഉണ്ടാക്കിയത് അല്ലെ. നമ്മൾ അതിലേക്ക് ഒരു സ്റ്റീലിന്റെ കാസ്റ്റ് നമ്മൾ ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ എന്താവും അല്ലെ. കാസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ഉരുക്കാണ് കാസ്റ്റ് അല്ലെ. ഇഫ് യു ആർ pouring the cast of steel to that mold, we will get the cube shape of a cubic cast of a steel. If you are pouring aluminum, we will get aluminum, a cube of aluminum അല്ലെ. അപ്പൊ നമുക്ക് ലോ ടെമ്പറേച്ചറിൽ തന്നെ ഇതിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്, അതിനെ ഈസിലി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. It is a low cost material as it can be produced relatively easily using low cost raw material and technology. Okay, ടെക്നോളജിക്കലി നമുക്ക് എന്താണ് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. സോ ഇറ്റ് ഈസ് ഹാവിംഗ് ലോ കോസ്റ്റ് അല്ലെ. പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നതനുസരിച്ചിട്ടാണല്ലോ നമുക്ക് അതിന്റെ വാല്യൂ വരുന്നത്. സോ ഇറ്റ് ഈസ് ഹാവിംഗ് ലോവർ വാല്യൂ, ഇറ്റ് ഈസ് ഹാവിംഗ് ലോ കോസ്റ്റ് കമ്പയർഡ് ടു അതർ മെറ്റീരിയൽ. സോ ബ്രിട്ടിൽ ആൻഡ് ഹാവ് ലോവർ സ്ട്രെങ്ത് കമ്പയർഡ് ടു സ്റ്റീൽസ്. Cast iron have higher compressive strength, ability to absorb vibration, and better wear and abrasion resistance, rigidity and machinability. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അത് ബ്രിട്ടിലാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് മെഷീൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞല്ലേ. സോ ബ്രിട്ടിൽനെസ് കൂടുമ്പോൾ ഒക്കെ എന്ത് കൂടും? ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ കൂടുതലായിരിക്കും. സോ ബ്രിട്ടിൽനെസ് എന്ന ഒരു നെഗറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്കത് എപ്പോഴും നമ്മളത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ്. ഒബ്വിയസ് ആയിട്ട് നമുക്ക് എന്താണ് ഹാർഡ്നെസ്സും സ്ട്രെങ്ത് കൂടുമ്പോൾ ബ്രിട്ടിൽനെസ് കൂടും മെറ്റീരിയലിന്റെ. ഫോർ എക്സാമ്പിൾ ബ്രിട്ടിൽനെസ് പ്രോപ്പർട്ടി ഗ്ലാസ് അല്ലെ. ഗ്ലാസ് എന്ന മെറ്റീരിയൽ അത് ബ്രിട്ടിലാണ്, വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ സംഭവിക്കാം. ഓക്കെ, ബ്രിട്ടിൽ പ്രോപ്പർട്ടി നമുക്ക് അധികം ആവശ്യമില്ല. നമ്മളെ മെക്കാനിക്കൽ ആപ്ലിക്കേഷൻ ബ്രിട്ടിൽ പ്രോപ്പർട്ടി നമുക്ക് അത്ര വേണ്ട, കുറവാണ് വേണ്ടത്. ഓക്കെ, സോ ബ്രിട്ടിൽ ആൻഡ് ഹാവ് ലോവർ സ്ട്രെങ്ത് കമ്പയർഡ് ടു സ്റ്റീൽസ്. കാസ്റ്റ് അയൺസ് ഹാവ് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്. Even though cast iron when compared to steel they are having lower strength, they have a higher compressive strength. So compressive strength എന്ന applications വരുന്ന ഏരിയാസിലൊക്കെ നമുക്ക് കാസ്റ്റ് അയൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് വൈബ്രേഷൻസ്. എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഡാം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വൈബ്രേഷൻ നമുക്ക് ഡാം ചെയ്യേണ്ട ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കാസ്റ്റ് അയൺസ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്തത് ഫയലിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന നിങ്ങളുടെ ബെഞ്ച് വോയ്സ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ കാസ്റ്റ് അയൺ കൊണ്ടാണ്. പക്ഷെ എന്തുണ്ടാവും, ഇപ്പോൾ നിങ്ങൾക്കറിയാം ആ ഹോൾഡിംഗ് ഡിവൈസസ് അല്ലെ. ബെഞ്ച് വോയ്സിൽ നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫയൽ വെച്ച് ഫയൽ ചെയ്യുന്നു. ദർ വിൽ ബി വൈബ്രേഷൻ അല്ലെ. ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യും. So a large amount of vibration will be absorbed by this cast iron material. So lathe നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി there will be vibration അല്ലെ. മോട്ടോർ ഉപയോഗിക്കുന്നുണ്ട്, ഗിയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, കട്ടിങ് ഇവിടെ നടക്കുന്നുണ്ട്. So there will be vibration. ആ വൈബ്രേഷൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ട്രാൻസ്ഫർ ദ വൈബ്രേഷൻ അല്ലെ. ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് അതിന്റെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വൈബ്രേഷൻ. സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ബെഡ് ആയിട്ട് ഉപയോഗിച്ചതാണ് വി ആർ യൂസിങ് കാസ്റ്റ് അയൺ ബെഡ്. So what happens? These vibration will be dampened or absorbed by this cast iron bed. Okay, so adinte it has got the ability to absorb vibration, or it has got the damping capacity. With the suitable composition and heat treatments, a variety of microstructures can be developed with varying properties. So cast iron and kore classification undu. So other based on the heat treatment process we will get different types of microstructures. Okay, and each will be having different properties.
based on that we can take it for different applications. അതെന്താ നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കും. ക്ലാസിഫിക്കേഷൻ very important ആണ്, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. Okay, alloy cast irons possess high corrosion and heat resistance. So alloy cast irons means cast iron നമ്മൾ cast iron എന്ന് വെച്ചാൽ അതിൽ കാർബൺ മാത്രമേ ഉള്ളൂ അല്ലേ. Even if we are adding alloys, it possesses higher corrosion and heat resistance. Alloy means any elements നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റീൽ ആഡ് ചെയ്ത പോലെ ഇതിലും ആഡ് ചെയ്യാം. സോ കോമൺലി ആഡ് ചെയ്യുന്ന എലമെന്റ് ആണ് മെഗ്നീഷ്യം ആൻഡ് സീറിയം. മെഗ്നീഷ്യവും സീറിയോ എന്ന രണ്ട് എലമെന്റ് ആണ് സാധാരണയായിട്ട് ആഡ് ചെയ്യുന്ന ഇതിൽ ആഡ് ചെയ്യുന്ന എലമെന്റ്. ഓക്കെ, magnesium and cerium. However, they are not ductile to be rolled. They can be drawn or mechanically worked. Cast iron are not ductile. Ductile alla, adu brittle aanu parnalla, ductile alla. But they can be rolled or they can be drawn or mechanically worked. Mechanical work namukku cheyan vendi pattum, ductile allengilum koodi. Okay. Hence, the only manufacturing process applicable is casting and soddening. Okay, നേരത്തെ പറഞ്ഞതാണ് കാസ്റ്റിംഗ് മാത്രമാണ് ഇതിന്റെ ഫാബ്രിക്കേഷൻ മെത്തേഡ്. So it is named as cast iron. Classification of cast iron is very important. Cast irons are generally classified based on the metallurgical structure and the appearance when fractured. Okay, and the fracture surface നോക്കി നമുക്ക് അതിന്റെ appearance അനുസരിച്ചിട്ട് അല്ലെങ്കിൽ metallurgical structure അതാണല്ലേ viewed under microscope. So based on that they are classified into mainly they are classified into 4, but there are many classifications. The following factors control the structure and appearance. So അതിന്റെ structure അല്ലെങ്കിൽ appearance control ചെയ്യുന്ന കുറെ factors ഉണ്ട്, എന്തെല്ലാം നോക്കാം. First one will be definitely most important factor is carbon content. Carbon content in the variation അനുസരിച്ചിട്ട് അതിന്റെ structure and appearance different ആയിരിക്കും അല്ലെ. Carbon is present either as combined carbon in the form of Fe3C. Carbon present അങ്ങനെയായിരിക്കും either അതിന്റെ കാർബൈഡ് രൂപത്തിലുള്ള Fe3C ഫോമിലായിരിക്കും ഉണ്ടാവുക, or as free carbon in the form of graphite. Carbon in cast iron is significantly influenced by other factors also. When alloying elements are present, alloy carbides are also formed. So carbon എന്താണ് Fe3C രൂപത്തിലായിരിക്കും ഉണ്ടാല്, ഇല്ലെങ്കിലോ they will be present in the form of free carbon precipitated in the form of graphite. Graphite precipitates രൂപത്തിൽ അല്ലെങ്കിൽ graphite flakes രൂപത്തിൽ അല്ലെങ്കിൽ graphite nodular globules അല്ലെങ്കിൽ granular രൂപത്തിലെ graphites ആ രീതിയിലായിരിക്കും കാർബൺ പ്രസന്റ് ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ Fe3C അതിന്റെ കാർബൈഡ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. When alloying elements are present, alloy carbides are also formed. Other alloying elements, molybdenum, tungsten പോലുള്ള other alloying elements ഉണ്ടെങ്കിൽ it will also form tungsten carbide, molybdenum carbide. അതിന്റെ കാർബൈഡും കൂടി അത് പ്രൊഡ്യൂസ് ചെയ്യും. So അതിന്റെ ഹാർഡ്നെസ് ഫർദർ ഇംപ്രൂവ് ചെയ്യും അല്ലെ. So these free carbon can exist as flakes or as irregular shaped globules or as in the form of rosettes. Rosettes ആണ് globules പോലത്തെ രൂപത്തിൽ തന്നെ rosettes എന്ന് പറയുന്നത്, or as round nodules. Okay, their size and distribution can also vary. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ഫോംസിലുള്ള കാസ്റ്റ് അയൺ സ്ട്രക്ചർ നമുക്ക് കിട്ടും, ഏത് കാർബൺ കണ്ടന്റ് വേരി ചെയ്യുന്നതനുസരിച്ച്. പ്രസൻസ് ഓഫ് അതർ അലോയിങ് എലമെന്റ്സ് വരുന്നതനുസരിച്ച് other elements may be present in cast iron as impurities. Other elements പറയുമ്പോൾ എന്താണെന്നത് definitely they are impurities, or we can add it as alloying elements അല്ലെ. Some of the elements stabilize carbide. ചിലത് എന്താണ് കാർബൈഡ് ഫോർമേഷനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്, stabilize carbide and keep the carbon in the combined form. Okay, അപ്പോൾ ആ കാർബൈഡിന്റെ സ്റ്റെബിലിറ്റി കൂട്ടും, അതിനെ വീണ്ടും ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി അനുവദിക്കില്ല, അതിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്ന കുറെ അലോയിങ് എലമെന്റ്സ് ഉണ്ട്. While others have a graphitizing effect and promote the presence of graphite. ചില എലമെന്റ്സ് എന്താക്കും, അതിന്റെ അഫിനിറ്റി കുറവായിരിക്കും, കാർബണോയിഡിൽ അഫിനിറ്റി കുറവായിരിക്കും ആ എലമെന്റിന്. So they will not stabilize carbides also. Instead, what happens, they will make the carbon to precipitate in the form of graphite. അപ്പോൾ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം, ഗ്രാഫൈറ്റ് നോഡുലാർ സ്പെരിക്കൽ ഗ്ലോബ്യൂൾസ് രൂപത്തിൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ സം ഓഫ് ദ കമ്പൈൻ വിത്ത് കാർബൺ ആൻഡ് ഫോം ദെയർ ഓൺ കാർബൈഡ്സ്. ചിലത് അതിന്റെ തന്നെ കാർബൈഡ് ഫോർമേഷൻ നടത്തും, ചിലതോ ഓൾറെഡി അത് അയൺ കാർബൈഡ് ആയി ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ, അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. അങ്ങനെ അലോയിങ് എലമെന്റ്സ് ഡിഫറെന്റ് ടൈപ്സിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ പ്രസൻസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് അതർ എലമെന്റ്സ് ലൈക്ക്
this type of impurities of alloying elements is an important factor which determine the structure and appearance of the material. Material means cast iron. Cooling rate during and after solidification. Cooling rate during and after solidification. നമുക്കറിയാം ഡിഫറെന്റ് കൂളിംഗ് റേറ്റ് നമുക്ക് ചെയ്യാമല്ലേ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ കൂളിംഗ് റേറ്റ് നമുക്ക് വാരി ചെയ്യാം. ഹയർ കൂളിംഗ് റേറ്റ് ജനറലി ഹെൽപ്പ് ദ ഫോർമേഷൻ ഓഫ് കാർബൈഡ്സ് വൈൽ സ്ലോവർ കൂളിംഗ് റേറ്റ് ഹെൽപ്പ് ദ കാർബൺ ടു ബി ഇൻ ദ ഫ്രീ ഫോം. കൂളിംഗ് റേറ്റ് വേറെ ചെയ്യുന്നത് റാപ്പിഡ് കൂളിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാർബൈഡ്സ് ആണ് കിട്ടുന്നത്. സ്ലോ കൂളിംഗ് ആണ് നമുക്ക് അവിടെ അതിന് ഗ്രാഫൈറ്റ് ഫോംസ് ആണ് കിട്ടുന്നത്. ഹീറ്റ് ട്രീറ്റ്മെന്റ്സ്. Heat treatment helps either the formation of carbides or decomposition of cementate into free carbon. When carbon gets decomposed into graphite, heat treatments cause changes in shape, size, and distribution of graphite particles. So, different heat treatment അനുസരിച്ച് നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് കിട്ടാം. അതിന്റെ കാർബൈഡ് ഫോംസിൽ കിട്ടാം, അതിന്റെ ഗ്രാഫൈറ്റ് ഫോംസിൽ കിട്ടാം. Okay. So, heat treatment also is a factor determining the structure and appearance. Then classification of cast iron. Depending upon the nature, shape, size, and distribution of carbon and presence of other elements, cast iron are classified as follows. Now, main 4 types of classification are gray cast iron, ductile cast iron, white cast iron, and malleable cast iron. Time. 11:40 അല്ല ടൈം അല്ലേ? ഓക്കെ, ഞാൻ അറ്റൻഡൻസ് വിളിക്കാം. അത് ജസ്റ്റ് നോക്കാം. ഇത് 4 ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺസ് ഉള്ളത്. ഗ്രേ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ ആൻഡ് മാലബിൾ കാസ്റ്റ് അയൺ. അത് കൂടാണ്ട് റോട്ട് അയൺ, അലോയ് കാസ്റ്റ് അയൺസ് പറഞ്ഞിട്ട് വേറെ ഫോംസ് ഉണ്ട്. പക്ഷെ കോമൺലി ഈ 4 ടൈപ്സ് ആണുള്ളത്. നിങ്ങളോട് ക്ലാസിഫിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ക്വസ്റ്റൻ ആണ്. ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 എഴുതാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അറ്റൻഡൻസ് നേരത്തെ പറയാത്തവർ കുറച്ച് ആൾക്കാർ ഇടയിൽ വന്നിട്ടുണ്ട്. അനിരുദ്ധ് സുരേഷ്, മുഹമ്മദ് ഷഹസാദ്,